അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. വളരെയേറെ ആദരണീയനായ പ്രൗഢമായ വേദിയുടെ അധ്യക്ഷൻ ഖമറുദ്ദീൻ ദാരിമി ഉസ്താദ്, മഹത്തായ നരിക്കുനി മേഖല ആദർശ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സാരസമ്പൂർണമായി നമ്മെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹാരിസ് അലി ശിഹാബ് തങ്ങൾ, വേദിയിലിരിക്കുന്ന അഭിമന്യരായ മറ്റു പണ്ഡിതന്മാരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും കീഴ്ഘടകങ്ങളുടെയും നേതൃനിരയിലെ സാരഥികളെ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹൃദയരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂടുതലായ ആമുഖങ്ങളില്ലാതെ കേരളീയ സമൂഹത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത വിധം കഴിഞ്ഞ 99 വർഷക്കാലയളവിൽ ഈ ബഹുസ്വര സമൂഹത്തോട് ചേർന്നു നിന്നുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ ആത്മീയ, വൈജ്ഞാനിക, ആദർശ നഭോമണ്ഡലങ്ങളിൽ കൃത്യമായ മാർഗരേഖ നിർണയിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിൻ്റെ പ്രവർത്തന വഴിയിലെ പ്രാരംഭഘട്ടത്തിലെ ഒരു നൂറ്റാണ്ട് പിന്നിടാനിരിക്കുന്ന അഭിമാനപൂർണമായ നിമിഷങ്ങളാണ് ഇനിയുള്ള കാലങ്ങളിൽ വരാനിരിക്കുന്നത്. കേരളീയ സമൂഹത്തിൽ, രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ ഒരു ആദർശ പ്രസ്ഥാനം അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കാൻ, അനുചിതമായ രീതിയിൽ കൊണ്ടാടാൻ ധൈര്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് അർഹത നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു രാഷ്ട്രീയ സംഘടനയല്ല. രാഷ്ട്രീയ സംഘടനയായിരുന്നുവെങ്കിൽ നയങ്ങളും നിലപാടുകളും സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് മാറ്റം വരുത്തുന്നതിൽ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുമായിരുന്നില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു കലാ, സാംസ്കാരിക, സാമൂഹിക സംഘടനയുമല്ല. അത്തരം പ്രവർത്തന മേഖലകളിൽ നിറഞ്ഞു നിന്ന സംഘടനകൾക്ക് അവരുടെ ആശയങ്ങളോ ആദർശങ്ങളോ അല്ലെങ്കിൽ നിലപാടുകളോ കാലോചിതമായോ സാമൂഹികമായോ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി കൊണ്ടോ മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമാകേണ്ടി വരികയാണെങ്കിലും വലിയ ആക്ഷേപങ്ങളോ ആ രീതിയിലുള്ള വിമർശനങ്ങളോ ഉണ്ടാകണമെന്നില്ല. എന്നാൽ തീർത്തും കൃത്യമായ, പ്രഖ്യാപിതമായ ആദർശത്തിനു വേണ്ടി രൂപീകൃതമായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സവിശേഷമായ ചില സാഹചര്യങ്ങളിൽ 1920കളിൽ, കൃത്യമായി പറഞ്ഞാൽ 1926 ജൂൺ 26-നാണ് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസമായിരുന്ന ജാതിമത ഭേദമന്യേ സർവരും ആലംബമായി കണക്കാക്കിയിരുന്ന ആത്മീയ ലോകത്തെ തിളങ്ങി നിന്ന ഒരു നക്ഷത്രമായിരുന്ന മഹാനായ വരക്കൽ ബാഅലവി മുല്ലക്കോയ തങ്ങളുടെ ദൈർഘ്യമേറിയ പ്രാർത്ഥനയിലൂടെ മഹത്തായ ഈ ആദർശ പ്രസ്ഥാനത്തിന് ബീജാവാപം നൽകപ്പെട്ടിരിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ചേർത്തി വെക്കാൻ കഴിയുന്ന ഏറ്റവും അനുയോജ്യമായ മേൽവിലാസം ആദർശ പ്രസ്ഥാനം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ആ ആദർശം ഇന്നലെയോ മെനയാന്നോ അല്ലെങ്കിൽ അക്കാലയളവിലോ ഏതെങ്കിലും വ്യക്തികളുടെയോ കൂട്ടായ്മയുടെയോ ആലോചനയിൽ ഉരുത്തിരിഞ്ഞു വന്ന സങ്കല്പങ്ങളോ ചിന്താധാരയോ അല്ല എന്നുള്ളതാണ്. മറിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് വെക്കുന്ന ആശയാദർശങ്ങൾ അത് വിശുദ്ധമായ ഇസ്ലാമിൻ്റെ തനതായ
രീതിയും അതിൻ്റെ സ്വാഭാവികമായ പ്രകൃതവുമാണ്. പുതിയ ഏതെങ്കിലും ആദർശത്തെയോ പുതിയ ഏതെങ്കിലും തിയറിയെയോ സമൂഹത്തിലേക്ക് ആവിഷ്കരിച്ചുകൊണ്ട് ആൾക്കൂട്ടത്തെ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയല്ല മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമായത്. മറിച്ച് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള ഭൂമിയുടെ ഉപരിതലത്തിൽ കഴിഞ്ഞുപോയ സർവ്വ അംബിയാവും പ്രബോധനം നടത്തിയ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഏകത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിശ്വാസധാര. ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് തൗഹീദാണ്, വിശ്വാസമാണ്. അള്ളാഹുവിലും പരലോകത്തിലും അള്ളാഹുവിലേക്ക് മനുഷ്യന് വഴിവെട്ടിക്കാണിച്ച പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുമുള്ള വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ പ്രബോധന വീതിയിൽ എല്ലാ പ്രവാചകന്മാരും തുല്യരായിരുന്നു എന്നുള്ളതാണ് ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അവസാനത്തെ പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള സർവ അംബിയാവും സമൂഹത്തോട് പറഞ്ഞിരുന്ന വിശ്വാസധാര തുല്യമായിരുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രഥമമായതും രണ്ട് ഷഹാദത്താണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ പ്രപഞ്ചം അഖിലം സൃഷ്ടിച്ചു പരിപാലിക്കുന്നത്, ഹരിതാപമായി പ്രകൃതിയെയും നക്ഷത്ര ഗാലക്സികളെയും ഈ സൃഷ്ടിപ്രപഞ്ചത്തെ അഖിലം സംവിധാനിച്ചിരിക്കുന്നത് അള്ളാഹുവാണെന്നും അവനാണ് ഒരു വ്യക്തി അവന്റെ ആരാധന അർപ്പിക്കാൻ, സാഷ്ടാംഗം നമിക്കാൻ അർഹതയുള്ളവൻ എന്നും ആ ഏകദൈവ വിശ്വാസത്തിൻ്റെ, ആ സൃഷ്ടാവിൻ്റെ സാന്നിധ്യത്തെ സമൂഹങ്ങളിലേക്ക്, ജനങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി അതാത് കാലങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ അവസാനത്തെ കണ്ണിയാണ് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ വിശുദ്ധമായ വിശ്വാസധാര സമൂഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഊട്ടിയുറപ്പിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അള്ളാഹു ദൈർഘ്യമേറിയ വർഷങ്ങളിൽ നിർവഹിച്ചത്. ഇസ്ലാമിക പഞ്ചസ്തംഭങ്ങളിലെ പ്രഥമമായ ഷഹാദത്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള നിസ്കാരമായാലും, പിന്നെയുള്ള സക്കാത്തായാലും, അതിനുശേഷമുള്ള നോമ്പായാലും, അവസാനത്തെ ഹജ്ജായാലും അവകളെല്ലാം മുസ്ലിം സമൂഹത്തിൽ നിർബന്ധമാക്കപ്പെട്ടതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഈ ഷഹാദത്തിൻ്റെയും ഈ വിശ്വാസത്തിൻ്റെയും നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും തുടങ്ങിയ കർമ്മങ്ങളുടെയും ഇടയിൽ വലിയ രീതിയിലുള്ള കാലദൈർഘ്യം കണ്ടെത്താൻ കഴിയും. പ്രബോധനത്തിൻ്റെ ആദ്യ സന്ദർഭങ്ങളിൽ തന്നെ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൗഹീദ് പറഞ്ഞപ്പോൾ ഇസ്ലാമിക സമൂഹത്തിൽ നിസ്കാരം എന്ന് പറയുന്ന ആരാധന നിർബന്ധമാക്കപ്പെടുന്നത് ആ പ്രബോധനത്തിന്റെ 9ാമത്തെ വർഷത്തിലാണ്, മിഅ്റാജിന്റെ രാത്രിയിലാണ്. ഷഹാദത്ത് പറഞ്ഞിട്ട്, തൗഹീദ് പറഞ്ഞിട്ട്, വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ട് 9 വർഷങ്ങൾ പിന്നിടുമ്പോൾ മാത്രമാണ് നിസ്കാരം മുസ്ലിം സമുദായത്തിൽ നിർബന്ധമാക്കപ്പെടുന്നത്. അവിടെ നിന്ന് പ്രബോധനത്തിന് പ്രാരംഭം കുറിക്കപ്പെട്ടതിൻ്റെ 15ാമത്തെ വർഷത്തിലാണ് നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത്. തൗഹീദിന് പ്രാരംഭം കുറിക്കപ്പെട്ടതിൻ്റെ 15ാമത്തെ വർഷത്തിലാണ് സക്കാത്ത് നിർബന്ധമാക്കപ്പെടുന്നത്. തൗഹീദിന് പ്രാരംഭം കുറിക്കപ്പെട്ടതിൻ്റെ 22ാമത്തെ വർഷത്തിലാണ് ഹജ്ജ് നിർബന്ധമാക്കപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചിട്ട് ആദ്യത്തെ 9 വർഷങ്ങളിലും നിസ്കാരമുണ്ടായിരുന്നില്ല. ആദ്യത്തെ 14 വർഷങ്ങളിലും നോമ്പുണ്ടായിരുന്നില്ല. ആദ്യത്തെ 14 വർഷങ്ങളിലും സക്കാത്ത് ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ 22 വർഷങ്ങളിലും ഹജ്ജ് ഉണ്ടായിരുന്നില്ല. നുബുവത്തിന്റെ കാലം കഴിഞ്ഞ്, നുബുവത്തിന്റെ ശേഷം ഹിജ്റ കഴിഞ്ഞിട്ട് ഹിജ്റയുടെ 9ാമത്തെ വർഷത്തിൽ വഫാത്തിന്റെ തൊട്ടു മുമ്പ് മാത്രമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് പോലും നിർബന്ധമാക്കപ്പെടുന്നത്.
സ്വാഭാവികമായും അവിടെ വേണമെങ്കിൽ ഹജ്ജ് ഒരു പരസ്യമായ ആരാധനാ കർമ്മമാണ്. അതിന് സാമൂഹികമായ രാഷ്ട്രീയമായ സാഹചര്യങ്ങൾ ഒരുങ്ങിക്കിട്ടാനുള്ള കാലം വരെ കാത്തിരുന്നതാണ് എന്ന് ഒരുപക്ഷെ ഹജ്ജിന്റെ വിഷയത്തിൽ നമുക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിലും നിസ്കാരത്തിന്റെ വിഷയത്തിൽ അങ്ങനെയല്ലല്ലോ. എന്തുകൊണ്ടാണ് 9 വർഷങ്ങൾ നിസ്കാരം നിർബന്ധമാകാൻ കാത്തിരിക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് 13 വർഷങ്ങൾ 14 വർഷങ്ങൾ സക്കാത്തും നോമ്പും നിർബന്ധമാക്കപ്പെടാൻ കാരണമായി തീർന്നത്? അതിന്റെ കാരണം വിശ്വാസം ആദ്യം ഒരു സമൂഹത്തിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ടതിന്റെ ശേഷമാണ് കർമ്മങ്ങൾ പ്രായോഗികമായി അതിൻ്റെ പൂർണ്ണതയിലും അതിൻ്റെ കൃത്യമായ അർത്ഥതലങ്ങളിലും നിർവഹിക്കപ്പെടാൻ സാധ്യമാവുകയുള്ളൂ എന്ന മഹത്തായ പാഠമാണ്. വിശ്വാസവും ആദർശവും ഊട്ടിയുറപ്പിക്കപ്പെടണം. ആ വിശ്വാസവും ആദർശവും ഊട്ടിയുറപ്പിക്കപ്പെട്ട സമൂഹത്തിലാണ് നിസ്കാരത്തെക്കുറിച്ച് പറയേണ്ടത്, അവരോടാണ് ഹജ്ജിനെ കുറിച്ച് പറയേണ്ടത്, അവരോടാണ് നോമ്പിനെ കുറിച്ചും സക്കാത്തിനെ കുറിച്ചും പറയേണ്ടത്. എന്തിലേറെ പറയണം, അവരോടാണ് ലഹരിയുടെ വിഭാടനത്തെ കുറിച്ച് പോലും സംസാരിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന ജീവിതത്തിലാണ് സമ്പൂർണമായ ലഹരി നിരോധനം പോലും സാധ്യമാകുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ വിധേയത്വത്തിൻ്റെയും കർമ്മങ്ങളുടെയും എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ആ മനുഷ്യന്റെ കൽബിലുള്ള ആദർശ വിശുദ്ധിയും വിശ്വാസത്തിന്റെ തെളിച്ചവുമാണ് എന്ന മഹത്തായ സന്ദേശമാണ് ലോകത്തിന് ഇസ്ലാമിന്റെ ആ കർമ്മങ്ങൾ ശറഅക്കപ്പെട്ടിരിക്കുന്ന ആ കാലഗണന നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങളുമായിട്ട് സഹാബത്ത് കടന്നുപോയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാംസ്കാരികമായ ഔന്നിത്യത്തിന്റെ ഒരു അടയാള മുദ്രകളെയും ചരിത്രത്തിന്റെ ക്യാൻവാസുകളിൽ അടയാളപ്പെടുത്താൻ കഴിയാത്ത വിധം സമൂഹം മാറ്റി നിർത്തിയ, എഴുതിത്തള്ളിയ, നൂലുപൊട്ടിയ പട്ടം പോലെ, മരുഭൂമിയിലെ അപ്പൂപ്പൻ താടി പോലെ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് ജീവിതം നയിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്തിന്റെ മുന്നിൽ ജാജ്വല്യമാനമായ വ്യക്തിത്വവും വിശുദ്ധിയും ആദർശവും വൈജ്ഞാനിക സങ്കല്പവും ഉള്ളവരാക്കി മാറ്റിയിട്ട് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിച്ചപ്പോൾ അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, എൻ്റെ സഹാബത്ത് ആകാശഗോളങ്ങളിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന താരപഥങ്ങൾക്ക് തുല്യരാണ്. നിങ്ങൾ ദിശയറിയാതെ, ആദർശത്തിന്റെ ദിക്കറിയാതെ, നേരിന്റെ പരിസരങ്ങൾ അറിയാതെ പരിഭ്രാന്തരായി തീരുന്ന സന്ദർഭങ്ങളിൽ അവരിലൂടെ നിങ്ങൾ സഞ്ചരിച്ചു നോക്കൂ, അവരിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നിന്ന് നോക്കൂ. നക്ഷത്രങ്ങളെ നോക്കിയിട്ട് ആടിയുലയുന്ന പായക്കപ്പലുകളിൽ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് എങ്ങോട്ട് സഞ്ചരിക്കണമെന്നറിയാത്ത കപ്പൽ യാത്രക്കാർ ലക്ഷ്യസ്ഥാനം പ്രാപിക്കുന്നത് പോലെ വൈവിധ്യങ്ങളായ ആദർശങ്ങളും ചിന്താഗതികളും സമൂഹ മധ്യങ്ങളിൽ ഞങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പത്തിന്റെ ആന്തോളനങ്ങൾ സൃഷ്ടിക്കുന്ന വേളകളിൽ നിങ്ങൾ എൻ്റെ സഹാബത്തിലേക്ക് തിരിഞ്ഞു നിൽക്കൂ. അവരുടെ ജീവിതവലിയെയും ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു ആദർശത്തിലും ഏതൊരു നിലപാടിലുമാണോ ആ നിലപാടിന്റെ പക്ഷം ചേർന്ന് നിൽക്കുന്ന കാലം അത്രയും നിങ്ങൾ പിഴച്ചുപോയവരായി തീരുകയില്ലെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ തന്നെ, ആ അസ്ഹാബിന്റെ കാലഘട്ടത്തിൽ തന്നെ കാറ്റിലും കോളിലും കിട്ടുപോകാതെ വിശുദ്ധമായ ഇസ്ലാമിന്റെ ദീപശിഖയെ ഹൃദയത്തിലേക്ക് ചേർത്തിപ്പിടിക്കാനും കൽബിന്റെ അറകളിൽ മുഴുവനും തൗഹീദിന്റെ വെളിച്ചത്തെ കൊളുത്തി വെക്കാനും ഭാഗ്യം ലഭിച്ച പൈതൃകമുള്ള മണ്ണാണ് നമ്മുടെ കേരളത്തിന്റെ മണ്ണ് എന്നുള്ളത്. ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇസ്ലാമിക സാന്നിധ്യം നമ്മുടെ ഈ മലബാറിലും കേരളത്തിലുമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ചരിത്രരേഖകൾ ആ കാലഘട്ടത്തിലുള്ള യാത്രാ ക്ലേശങ്ങളും പ്രയാസങ്ങളും അതിൻ്റെ സാധ്യതകളും പരിശോധിച്ചു നോക്കുമ്പോൾ നമ്മുടെ ദക്ഷിണേന്ത്യയിലുള്ള, മലബാറിലുള്ള, കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഉത്തരേന്ത്യയിലേക്കുള്ള സഞ്ചാരത്തേക്കാൾ ആപേക്ഷികമായി എളുപ്പമായിരുന്നു അറേബ്യയുമായിട്ടുണ്ടായിരുന്ന ബന്ധം എന്നുള്ളത്. ഹിപ്പലോസ് കാറ്റിന്റെ വേഗതയിൽ ജനുവരി മുതൽ
ഏപ്രിൽ വരെയുള്ള 4 മാസങ്ങളിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടടിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂണിനാണ് ഹിപ്പലോസ് കാറ്റ് എന്ന് പറയുന്നത്. ഹിപ്പലോസ് എന്ന നാവകനാണ് ആ കാറ്റിന്റെ വേഗതയിൽ അറേബ്യൻ മുനമ്പുകളിൽ നിന്നും പശ്ചിമേഷ്യയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും സഞ്ചരിച്ചാൽ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലേക്ക്, മലബാറിലേക്ക്, കേരളത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ പേര് ആ കാറ്റിന് നൽകപ്പെട്ടു. ആ കാലയളവിൽ അറബികൾ ഹിപ്പലോസ് കാറ്റിന്റെ വേഗതയിൽ 1435 നാഴിക വഴി ദൂരം പായക്കപ്പലുകളിൽ കാറ്റിന്റെ ഗതിക്കനുസരിച്ച് കൊണ്ട് സഞ്ചരിച്ചാൽ ഈ ജനുവരി മുതൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസക്കാലയളവിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടടിക്കുന്ന കാറ്റിന്റെ വേഗതയിൽ 40 ദിവസം കൊണ്ട് മലബാറിൽ എത്തിച്ചേരാൻ കഴിയുമായിരുന്നു. അറബികൾ മലബാറിലേക്ക് കടന്നു വന്നു. അവർ ഈ നാട്ടിലേക്ക് കടന്നു വന്നു വാണിജ്യ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഈ ഏപ്രിൽ മാസം കഴിഞ്ഞാലുള്ള പിന്നീടുള്ള 4 മാസക്കാലയളവിൽ കേരളത്തിൽ മഴയാണ്. ആ മഴക്കാലങ്ങളിൽ, ആ വർഷകാലങ്ങളിൽ ഇവിടെ അവർ കച്ചവടം നടത്തുകയും ഇവിടെ നിന്ന് കുരുമുളകും ഇവിടെയുള്ള നാണ്യവിളകളും പലവ്യഞ്ജന വസ്തുക്കളും ശേഖരിച്ചുകൊണ്ട് വീണ്ടും അവസാനത്തെ വർഷത്തിലെ 4 മാസം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ തുടങ്ങിയ ഈ അവസാനത്തെ 4 മാസങ്ങളിൽ കാറ്റിന്റെ ഗതി കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് കാറ്റടിക്കുമ്പം ആ കാറ്റിന്റെ ഗതിയിൽ അവർ തിരിച്ചു മിഡിൽ ഈസ്റ്റിലേക്കും പശ്ചിമേഷ്യയിലേക്കും അറേബ്യയിലേക്കും തിരിച്ചു പോകാറുണ്ടായിരുന്നു എന്ന് MGS പോലെയുള്ള ചരിത്രകാരന്മാർ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുമ്പോൾ അത്രയേറെ വർഷങ്ങളുടെ പൈതൃകത്തിന്റെ പട്ടുനൂലിയുടെ ബന്ധം മലബാറും അറേബ്യയും തമ്മിലുണ്ടായിരുന്നു. ഒരു വേള ഇവിടെയുണ്ടായിരുന്ന കച്ചവട സംവിധാനങ്ങളുടെ, കൊള്ളക്കൊടുക്കലുകളുടെ ആധിപത്യം എന്നുള്ളത് അറബികൾക്കായിരുന്നു. അറബികൾക്ക് അതിനുവേണ്ട എല്ലാവിധ സൗകര്യങ്ങളും തദ്ദേശീയരായ ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാർ ചെയ്തു കൊടുത്തിരുന്നു. ആ കൊള്ളക്കൊടുക്കലുകളുടെ ഇടയിൽ, ആ സ്നേഹമസൃണമായ കൈമാറ്റങ്ങളുടെ ഇടയിൽ കൈമാറ്റം ചെയ്യപ്പെട്ടതാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശം എന്നുള്ളത്. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധമായ ഇസ്ലാമിന്റെ അതിമനോഹരമായ കലർപ്പില്ലാത്ത ആദർശത്തെ മറ്റൊരു ഇടനിലക്കാരുമില്ലാതെ നേരിട്ട് സഹാബത്തിൽ നിന്ന് സ്വീകരിക്കാനുള്ള ഭാഗ്യം ലഭിച്ച മണ്ണും അങ്ങനെയുള്ള പൂർവികരുമാണ് നമ്മുടേതെന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സഹാബിന്റെ പ്രബോധനത്തിലൂടെയാണ് ഇവിടെ ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥയിലും സാമൂഹിക വ്യവസ്ഥയിലും ഒരു വേള മാനവികമായ മൂല്യങ്ങൾ പോലും നൽകപ്പെടാതിരുന്ന, അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ജനത വിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരത്തിലും അതിൻ്റെ സംസ്കൃതിയിലും വിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനങ്ങളിലും പ്രാപഞ്ചിക വീക്ഷണങ്ങളിലും ആകൃഷ്ടരായിക്കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശാദ്വല തീരത്തേക്ക് കൂട്ടം കൂട്ടമായി കടന്നു വരാൻ കാരണമായി തീർന്നത് ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ആദർശപരമായ ശൈഥില്യങ്ങൾ വിശുദ്ധമായ ഇസ്ലാമിന്റെ അകത്ത് നിന്ന് തന്നെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അതൊരാക്ഷേപമായിട്ട് നമ്മൾ കാണേണ്ടതില്ല. ഇസ്ലാമിനെതിരെ ചിലർ ഉന്നയിക്കുന്ന ഒരു വിമർശനം, എങ്ങനെയാണ് ഇസ്ലാം സ്വീകരിക്കുക, എങ്ങനെയാണ് ഇസ്ലാമിനെ അംഗീകരിക്കുക? ഇസ്ലാമിന്റെ അകത്ത് തന്നെ ആദർശപരമായ പൊട്ടിത്തെറികളല്ലേ, ഇസ്ലാമിന്റെ അകത്തളങ്ങളിൽ തന്നെ ആദർശപരമായ വൈജാത്യങ്ങളുള്ള വീക്ഷണങ്ങളല്ലേ എന്ന് ചിലരെങ്കിലും ആരോപിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാം സത്യസന്ധമായ മതമാണ്. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യസന്ധനായ ദൈവദൂതനാണ് എന്നുള്ളതിന്റെ നിദർശനം കൂടിയാണ് മതത്തിന്റെ പേരിൽ വ്യത്യസ്തങ്ങളായ ആശയധാരകൾ സമൂഹത്തിൽ ഉടലെടുക്കുന്നു എന്നുള്ളത്. കാരണം അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഇസ്ലാമിന്റെ സന്ദേശത്തെ, ആദർശത്തെ സമൂഹത്തിന് കൈമാറിയ അതേ വേളയിൽ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യകൂന ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ യഅതൂനകും മിനൽ അഹാദീസി അൻതും വലാ ആബാഉകും ഫഇയ്യാകും വഇയ്യാഹും ലാ യുദില്ലൂനകും വലാ യുഫത്തിനൂനകും. പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ, കാലാകാലങ്ങളിൽ കടന്നു വരുന്ന സർവ്വവിധ വിശ്വാസികളോടും പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പാരമ്പര്യമായിട്ട് കേട്ടുകേൾവിയില്ലാത്ത, നിങ്ങളിലേക്ക് കൈമാറ്റം ചെയ്തു വന്നിരിക്കുന്ന ദീനീ വിശുദ്ധമായ ധാരക്ക് പരിചയമില്ലാത്ത പുത്തൻ വാദങ്ങളും ആശയഗതികളും അപകടകരമായ പ്രത്യയശാസ്ത്രങ്ങളുമായി മതത്തിന്റെ മേൽവിലാസങ്ങളിൽ പലരും
കാലത്തിന്റെ വ്യത്യസ്തങ്ങളായ കോണുകളിൽ രംഗപ്രവേശനം ചെയ്യുമ്പോൾ ഫഇയ്യാകും വഇയ്യാഹും ലാ യുളില്ലൂനകും വലാ യുഫത്തിനൂനകും, നിങ്ങൾ ജാഗ്രതായിരിക്കണം, നിങ്ങൾ ജാഗ്രതയോടുകൂടെ നിലയുറപ്പിക്കണം. ഫഇയ്യാകും വഇയ്യാഹും ലാ യുളില്ലൂനകും വലാ യുഫ്തിനൂനകും, അവർ നിങ്ങളെ പഴപ്പിക്കാതിരിക്കാൻ, അവർ നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ കടക്കൽ കത്തിവെക്കാതിരിക്കാൻ, അവർ നിങ്ങളുടെ പാരമ്പര്യത്തിന്റെ പട്ടുനൂളിയ ബന്ധങ്ങൾ അറുത്തു മാറ്റാതിരിക്കാൻ ജാഗ്രതയോടുകൂടെ കാത്തിരിക്കണേ എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നറിയിപ്പിന്റെ തുടർച്ച തന്നെയാണ്, അതിന്റെ നിദർശനം തന്നെയാണ്, അതിന്റെ പുലർച്ച തന്നെയാണ്. കാലത്തിന്റെ വ്യത്യസ്തങ്ങളായ ദിക്കുകളിൽ ഖവാരിജിസമായാലും മുഅ്തസിലത്തായാലും മുർജിയത്തായാലും ഖദരിയത്തായാലും ജബരിയത്തായാലും മുജസ്സിമത്തായാലും ഇനി ഉത്തരാധുനിക യുഗത്തിൽ കാലത്തിന്റെ ഇങ്ങേ തലക്കൽ വഹാബിസമായാലും മൗദൂദിസമായാലും ജമാഅത്തെ ഇസ്ലാമിയായാലും തബ്ലീഗ് ജമാഅത്തായാലും അങ്ങനെ ഏതെല്ലാം വിശ്വാസധാരകൾ വിശുദ്ധമായ ഖുർആനിനെയും പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രമാണങ്ങളെയും തങ്ങളുടെ യുക്തിക്കും ബോധ്യങ്ങൾക്കും അനുസൃതമായി കൊണ്ട് വക്രീകരിച്ചു മുസ്ലിം സമുദായത്തിന്റെ ആശയപരമായ വെളിച്ചത്തിന്റെ ഇടയിലേക്ക്, വിശ്വാസപരമായ തുടർച്ചയിലേക്ക്, ആ വൈകല്യത്തിന്റെ പുഴുക്കുത്തുകളുമായി കടന്നു വന്നിരിക്കുന്ന സർവ്വവിധത്തിലുള്ള ആശയധാരകളും അവരൊക്കെ കടന്നു വരുന്ന വേളകളിൽ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ മഹാരഥന്മാരായ നമ്മുടെ മുൻഗാമികൾ ഇമാമികൾ കൃത്യമായിട്ട് അവർക്കെതിരെ പ്രതിരോധത്തിന്റെ പോർമുനകൾ തീർത്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ജീവാർപ്പണം നടത്തേണ്ടി വന്ന ആയിരക്കണക്കിന് ഇമാമിയങ്ങളും മഹത്തുക്കളും ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. മഹാനായ ഇമാമു അഹ്ലി സുന്നത്തി വൽ ജമാഅ എന്ന നാമധേയത്തിൽ ചരിത്രത്തിൽ വിശ്രുതനായ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയതുപോലെ അബ്ബാസിയ ഭരണകാലയളവിൽ സമൂഹത്തിലേക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്ന മുഅ്തസിലത്ത് എന്ന അപകടകരമായ വിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണെന്ന അപകടകരമായ വാദമുന്നയിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് പ്രത്യക്ഷപ്പെട്ട അൽ മൻസിലത്തു ബൈനൽ മൻസിലത്തൈൻ, മുസ്ലിമും കാഫിറും അല്ലാത്ത ഒരു അവസ്ഥ വിശ്വാസിക്ക് വന്നു ചേരുമെന്ന അപകടകരമായ വാദങ്ങൾ മതത്തെ തങ്ങളുടെ യുക്തികൾക്കും താല്പര്യങ്ങൾക്കും അനുസൃതമായി കൊണ്ട് വ്യാഖ്യാനിച്ച് രംഗപ്രവേശനം ചെയ്തപ്പോൾ അതിൻ്റെ പേരിൽ പ്രതിരോധിച്ചതിൻ്റെ പേരിൽ തുല്യതയില്ലാത്ത പീഡനങ്ങൾക്കും താടനങ്ങൾക്കും മരികവൽക്കരണങ്ങൾക്കും ജയിൽ ശിക്ഷകൾക്ക് ഉൾപ്പെടെ ശാരീരികമായ ക്രൂരമായ പീഡനങ്ങൾക്കുൾപ്പെടെ വിധേയനായ ഇമാമാണ് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഖൽഖുൽ ഖുർആൻ വാദം അംഗീകരിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ മഅ്മൂനിന്റെ പട്ടാളം, അതേപോലെ തന്നെ മുഅ്തസിം ബില്ലയുടെ പട്ടാളം, ആ കാലയളവിൽ അബ്ബാസിയ ഭരണകൂടം സ്പോൺസർ ചെയ്ത അപകടകരമായ പ്രത്യയശാസ്ത്രമായ മുഅ്തസിലത്തിന് അംഗീകരിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ അധികാരത്തിന്റെ ഉരുക്കുമുഷ്ടി കൊണ്ട് മഹാനുഭാവനെ ബഗ്ദാദിന്റെ തെരുവുകളിലൂടെ വലിച്ചിഴച്ചപ്പോൾ, കൊടും കുറ്റവാളിയെപ്പോലെ കൈകളും കാലുകളും ബന്ധിച്ചിട്ട് കഴുതപ്പുറത്തേറ്റിയിട്ട് ബഗ്ദാദിന്റെ തെരുവിലൂടെ വലിച്ചിഴച്ചപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർക്കുണ്ടായിരുന്ന ഒരു ആദർശ പ്രതിബദ്ധതയുണ്ട്. എന്തൊക്കെ കാറ്റും കോളും ഉണ്ടായാലും, ഏതൊക്കെ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായാലും, വിശുദ്ധമായ ഇസ്ലാമിന്റെ അന്തസത്തയെ കലർപ്പുള്ളതാക്കി തീർക്കാൻ, അതിനെ മലിനപ്പെടുത്താൻ, അതിൽ വൈകല്യങ്ങൾ സൃഷ്ടിക്കാൻ ഒരു ശക്തിയുടെ മുന്നിലും മടിയറവ് പറയില്ല എന്നുള്ള കൃത്യമായ ബോധ്യം ഈ വാദഗതികളെ അംഗീകരിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ ശിരസ് ഛേദിക്കപ്പെട്ടിട്ട് കുന്തമുനയിൽ നാട്ടിയിട്ട് ബഗ്ദാദിന്റെ തെരുവിൽ പ്രദർശിപ്പിക്കപ്പെട്ട എത്രയോ ഇമാമിയങ്ങൾ ചരിത്രത്തിന്റെ ഇന്നലകളിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. അവർക്കെല്ലാം പ്രചോദനമായി തീർന്നത് ആ വലിയ ദൗത്യത്തിന്, ജീവാർപ്പണത്തിന്, ആത്മസമർപ്പണത്തിന് അവർ മുന്നിട്ടിറങ്ങാനുള്ള കാരണം പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നറിയിപ്പ് തന്നെയാണ്. ഫഇയ്യാകും വഇയ്യാഹും ലാ യുളില്ലൂനകും വലാ യുഫത്തിനൂനകും, നിങ്ങൾ ജാഗ്രതയോടുകൂടെ ഈ വിശ്വാസധാരക്ക് കാവലിരിക്കണമെന്ന പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നറിയിപ്പാണ്. ഈ പറയപ്പെട്ട പിഴച്ച പ്രസ്ഥാനങ്ങൾ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ തലപൊക്കിക്കൊണ്ട് രംഗപ്രവേശനം ചെയ്തപ്പോഴും, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞ നമ്മുടെ പരിശുദ്ധമായ ഈ നാട് നൂറ്റാണ്ടുകളുടെ എല്ലാ 1.5 സഹസ്രാബ്ദത്തിന്റെ ഇസ്ലാമിക പൈതൃകത്തിന്റെ ഭൂമിയായ ഈ മലയാളത്തിന്റെ മണ്ണ്
ലോകത്തിന്റെ വിവിധ കോണുകളിൽ വ്യത്യസ്തങ്ങളായ ആശയധാരകൾ ഇസ്ലാമിന്റെ മേൽവിലാസത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴും അത്തരത്തിലുള്ള ചിന്താഗതികളൊന്നും കടന്നു വരാത്ത വിധം ഇസ്ലാമിന്റെ തെളിച്ചവും വെളിച്ചവും അതിന്റെ വിശുദ്ധിയും നമ്മുടെ നാട്ടിൽ നൂറ്റാണ്ടുകളോളം കൈമാറ്റം ചെയ്തു വന്നിരുന്നു. 1498 കോഴിക്കോട്ട് കാപ്പാട്ട പന്തലായനിയിൽ വാസ്കോഡ ഗാമ പോർച്ചുഗലിൽ നിന്ന് കടന്നു വന്ന് ഈ നാട്ടിൽ വൈദേശികാധിപത്യത്തിന് പ്രാരംഭം കുറിക്കപ്പെട്ടത് മുതൽ 1947 വരെയുള്ള നീണ്ട 4.5 നൂറ്റാണ്ട് കാലഘട്ടത്തോളം വൈദേശികാധിപത്യത്തിനെതിരെ പ്രതിരോധത്തിന്റെ ചെറുത്തുനിൽപ്പിന്റെ വീരേതിഹാസം തീർക്കേണ്ടി വന്ന ഇവിടെയുള്ള മാപ്പിള സമൂഹം അതുവരെ എല്ലാ നിലക്കും സാംസ്കാരികമായും വൈജ്ഞാനികമായും സാമ്പത്തികമായും ഉന്നതമായ നിലവാരം പുലർത്തിയിരുന്ന മുസ്ലിമീങ്ങൾ നിരന്തരമായ രാഷ്ട്രീയ പാശ്ചാത്യ വിരുദ്ധ അധിനിവേശ ശക്തികൾക്ക് എതിരെയുള്ള ചെറുത്തുനിൽപ്പിലൂടെ സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായും ഷണ്ഡീകരിക്കപ്പെട്ടപ്പോൾ, അരികുവൽക്കരിക്കപ്പെട്ടപ്പോൾ മുസ്ലിം ഉമ്മത്ത് പരിക്ഷീണിതരായി പോയിരുന്ന സാഹചര്യത്തിൽ സാമൂതിരിയുടെ ഭരണത്തിന്റെ കീഴിൽ ഉന്നതമായ സാമൂഹിക നിലവാരമുണ്ടായിരുന്ന മുസ്ലിം സമുദായം ആ സാമൂതിരിയുടെ നാട് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഗാമ കടന്നു വന്നപ്പോ അതേ 1498 പൊന്നാനി പള്ളിയുടെ മിഹ്റാബിൽ വെച്ച് മഹാനായ ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം പ്രഖ്യാപിച്ചു, ആ വൈദേശികാധിപത്യങ്ങൾക്കെതിരെ രംഗത്തിറങ്ങിയിട്ട് സാമൂതിരിയുടെ നാട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മഹാന്മാരായ നമ്മുടെ ചരിത്രങ്ങളുടെ ഇന്നലകളിൽ കഴിഞ്ഞുപോയ അഭിവന്യരായ പണ്ഡിത നേതൃത്വം മഖ്ദൂമി കുടുംബം, അതേ പ്രകാരം തന്നെ ഉമർ ഖാദിയെ പോലെയുള്ള മമ്പുറന്തങ്ങളെ പോലെയുള്ള ബഹുമാനപ്പെട്ട അതിനുശേഷമുള്ള മഹാരഥന്മാരായ എത്രയോ പണ്ഡിതന്മാർ അവരെ ഏതെങ്കിലും ഇടങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഈ ഉമ്മത്തിന്റെ രാഷ്ട്രീയവും വൈജ്ഞാനികവും ആത്മീയവുമായ നേതൃനിരകളിൽ പ്രോജ്വലിച്ചു നിന്നവരായിരുന്നു. അതുകൊണ്ടാണല്ലോ മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വം എന്നുള്ളത് പാണ്ഡിത്യത്തിന്റെ ഗരിമയിലും ആത്മീയതയുടെ ഉണർവിലുമായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ നിദർശനമാണല്ലോ വൈദേശികാധിപത്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായിത്തീർന്ന സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള ഛിദ്രശക്തികൾ നമ്മുടെ നാട്ടിൽ കടന്നു വന്നിട്ട് ഇവിടെയുള്ള സമ്പത്തിനെയും സമാധാനത്തെയും ചൂഷണം ചെയ്യാൻ കടന്നു വന്ന ഈ തസ്കര കൂട്ടങ്ങളോട് പ്രതിരോധത്തിന്റെ പോർമുനകൾ തീർക്കാൻ വേണ്ടി മുന്നിൽ നിന്നിരുന്നത് പണ്ഡിതന്മാരായിരുന്നു. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിനെ പോലെയുള്ള നവ്വറല്ലാഹു മർഖദാ തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിച്ചത് അവരുടെ കരങ്ങൾ കൊണ്ടാണ്. ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന ശാഫിഈ മദ്ഹബിലെ പ്രാമാണിക ഗ്രന്ഥമായ ആ മഹത്തായ ഗ്രന്ഥരചന നടത്തിയ അതേ കരങ്ങൾ കൊണ്ട് തന്നെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിക്കുകയാണ്. മഹാനായ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു മലയാളത്തിൽ കണ്ടെടുക്കപ്പെട്ട ആദ്യത്തെ കൃതിയായ മുഹീദ്ദീൻ മാല രചിച്ച അതേ കരങ്ങൾ കൊണ്ട് തന്നെ ഫത്ഹുൽ മുബീൻ രചിക്കുകയാണ്. മഹാനായ സയ്യിദ് ബഹുമാനപ്പെട്ട മമ്പുറന്തങ്ങൾ സയ്യിദ് അലവി മമ്പുറന്തങ്ങൾ മഹാനവർകൾ ആത്മീയമായ ലോകത്തൊരു സമുദായത്തിന്റെ വെളിച്ചം വീശുമ്പോൾ, ത്വരീഖത്തിന്റെ ഔന്നിത്യങ്ങളിൽ പ്രോജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളായി നിലകൊള്ളുമ്പോൾ, അതേ സന്ദർഭങ്ങളിൽ തന്നെയാണ് ഒരു കാലഘട്ടത്തിന്റെ കുതുബായിരുന്ന മഹാനായ സയ്യിദ് മമ്പുറന്തങ്ങൾ സൈഫുൽ ബത്താർ എന്ന് പറയുന്ന ഗ്രന്ഥരചന നടത്തിയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സമരരംഗത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഈ ഉമ്മത്തിനെ പ്രചോദിപ്പിക്കുന്നത്. ആമിനുമ്മാന്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാർ മുഹിമ്മാത്ത് എന്ന് പറയുന്ന ഗ്രന്ഥരചന നടത്തുന്നത്. അങ്ങനെ മുസ്ലിം പണ്ഡിതന്മാർ നടത്തിയ ഗ്രന്ഥരചന, എത്രയോ പടപ്പാട്ടുകൾ, ആ രീതിയിലുള്ള സാഹിതീയമായ രചനകൾ, ആ രചനകളുടെ സ്വാധീനത്തിൽ ആകൃഷ്ടരായിക്കൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് ഇവിടെയുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ, ഇവിടെയുള്ള ഡച്ചുകാർക്കെതിരെ, ഇവിടെ കടന്നു വന്ന പോർച്ചുഗീസുകാർക്കെതിരെ, വൈദേശികാധിപത്യത്തിനെതിരെ നിരന്തരമായ പ്രതിരോധ സമരങ്ങളിലേക്ക് കടന്നു വന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു പണ്ഡിതൻ ഗ്രന്ഥരചന നടത്തിയതുകൊണ്ട് അതെങ്ങനെയാണ് സാമൂഹികമായ ആന്തോളനങ്ങൾ സൃഷ്ടിക്കുന്നത്? ആ ഗ്രന്ഥം എങ്ങനെയാണ് സമൂഹത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്നത്? ആ ഗ്രന്ഥം സമൂഹത്തിൽ പരിവർത്തനം ഉണ്ടാക്കണമെങ്കിൽ ആ സമൂഹത്തിൽ ഉയർന്ന അളവിലുള്ള വായനയും സർഗാത്മകതയും ഉണ്ടാകണ്ടേ? മഹാനായ മമ്പുറന്തങ്ങൾ ഗ്രന്ഥരചന നടത്തിയപ്പോ, ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് ഗ്രന്ഥരചന നടത്തിയപ്പോ, മഹാനായ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം ഗ്രന്ഥരചന നടത്തിയപ്പോ, നമ്മുടെ കഴിഞ്ഞകാല മഹത്തുക്കളായ ആത്മീയ ലോകത്ത് പ്രോജ്വലിച്ചു നിന്നിരുന്ന ആ പണ്ഡിതന്മാരുടെ ഗ്രന്ഥരചനകൾ സമൂഹത്തെ സ്വാധീനിക്കണമെങ്കിൽ ആ സമൂഹവും വൈജ്ഞാനികമായി അത്രയും വലിയ ഉണർവിലും സർഗാത്മകതയുടെ ഔന്നിത്യത്തിലുമായിരുന്നു എന്നാണ്
ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞു വന്നത്, ചിലരിവിടെ പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ട് 1920-കൾക്ക് ശേഷം ഞങ്ങൾ കടന്നു വന്നപ്പോഴാണ്, പ്രാസ്ഥാനിക രൂപത്തിൽ ഞങ്ങളിവിടെ സംഘടിച്ചപ്പോഴാണ് യാഥാസ്ഥികതയുടെ വിഴുപ്പ് പാണ്ഡം ചുമന്നിരുന്ന ഒരു സമുദായത്തിന് വിജ്ഞാനത്തിന്റെ പുരോഗതിയും പുരോയാനത്തിന്റെ പടവുകൾ താണ്ടിക്കടക്കാനുള്ള പുതിയ പ്രഭാതങ്ങളെയും സമ്മാനിച്ചത് എന്ന്. എത്രമാത്രം നിരർത്ഥകമായ കാര്യമാണത്! ഞാനീ പറഞ്ഞ ഒറ്റ കാര്യം മാത്രം മതി മുസ്ലിം സമുദായത്തിന്റെ വൈജ്ഞാനികമായ ഉണർവിനെ ബോധ്യപ്പെടുത്താൻ. ആ സാഹിതീയ ഗ്രന്ഥങ്ങളും രചനകളുമാണ് ഈ സമൂഹത്തെ തീത്തുപ്പുന്ന ബ്രിട്ടീഷുകാരുടെ തോക്കിന്റെ മുന്നിലേക്ക് കടന്നു വരാനും ഈ സാമൂതിരിയുടെ നമ്മുടെ ഈ പിറന്ന നാടിനെ ഹുബ്ബുൽ വതനി മിനൽ ഈമാൻ, നാം ജീവിക്കുന്ന, നാം അധിവസിക്കുന്ന, നമുക്ക് പൊക്കിൽ കൊടി ബന്ധമുള്ള മണ്ണ്, ആ മണ്ണിനോടുള്ള ബന്ധവും ആ മണ്ണിനോടുള്ള സ്നേഹവും വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന ബോധ്യത്തിൽ ഈ സമുദായം സാമ്രാജ്യത്വത്തിനെതിരെ ചെറുത്തുനിൽപ്പ് നടത്താനുള്ള കാരണം ആ സമൂഹവും വൈജ്ഞാനികമായും ദൈക്ഷണികമായും ഉന്നതമായ നിലവാരം പുലർത്തിയതുകൊണ്ടാണ്. പിന്നീട് ആരാണ് ഈ ഉമ്മത്തിനെ പിറകോട്ട് കൊണ്ടുപോയത്? ആരാണ് ഈ ഐക്യത്തിന്റെ കോടാലി വെച്ചത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വൈദേശികാധിപത്യങ്ങൾ കടന്നു വന്നപ്പോൾ സാമ്പത്തികമായി പരിക്ഷീണിതരായി മുസ്ലിം സമുദായം മാറിയെന്നുള്ളത് ശരിയാണ്. നീണ്ട 4.5 നൂറ്റാണ്ട് കാലത്തോളം ഈ വൈദേശികാധിപത്യങ്ങൾക്കെതിരെ ചെറുത്തുനിൽപ്പ് നടത്തേണ്ടി വന്ന സാഹചര്യങ്ങളിൽ മുസ്ലിം സമുദായം ആ മുഖ്യധാരയിൽ നിന്ന് ക്ഷീണിതരായി മാറി നിൽക്കേണ്ടി വന്നു എന്നുള്ളത് ശരിയാണ്. തുല്യതയില്ലാത്ത ക്രൂരതകൾ ഗാമയുടെ പോർച്ചുഗീസ് പട്ടാളങ്ങളും മുസ്ലിം സമുദായത്തോട് ചെയ്തിട്ടുണ്ട്. അവരുടെ എത്രയോ പള്ളികളും ആരാധനാലയങ്ങളും ജീവിതങ്ങളും നശിപ്പിച്ചിട്ടുണ്ട്. ഏറെ നാട്ടിലും വള്ളുവ നാട്ടിലും നമ്മുടെ ഈ മലബാറിലും ഇതിന്റെ പ്രദേശങ്ങളിലും തെരഞ്ഞുപിടിച്ചിട്ടും മുസ്ലിം സമുദായത്തെ കൊലക്കത്തികൾക്കും അവരുടെ നിരന്തരമായ പീരങ്കികൾക്കും തീത്തുപ്പുന്ന തോക്കുകൾക്കും ഇരകളാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ആദർശപരമായ ഭിന്നിപ്പ് നമ്മുടെ സമുദായത്തെ ബാധിച്ചിരുന്നില്ല. ആ കാലഘട്ടത്തിൽ വീണ്ടും വൈദേശികാധിപത്യം ഇവിടെ നിന്ന് പറിച്ചു നടപ്പെട്ടപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള നാട് നീണ്ടകാലത്തെ വൈദേശികാധിപത്യത്തിൽ നിന്ന് ആ പാരതന്ത്ര്യത്തിന്റെ ചങ്ങലപ്പൊട്ടുകളെ വലിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യത്തിന്റെ പുതിയ പ്രബലാർത്ഥങ്ങളിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന കാലങ്ങൾ. ബ്രിട്ടീഷ് വിഭാഗങ്ങളുടെ ഭരണാധികാരികളുടെ അവസാനത്തെ കാലയളവിൽ സമുദായം വീണ്ടും ഉണർവിന്റെ ഇടങ്ങളിലേക്ക് കടന്നു വരുമ്പോഴാണ് മലബാർ കലാപാനന്തരം നമ്മുടെ സമൂഹത്തിലേക്ക് വിശ്വാസത്തിന്റെ വൈകല്യങ്ങളുമായി ചിലർ ഐക്യസംഘം എന്ന പേരിൽ കടന്നു വരുന്നത്. അവർ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടത് അവരുടെ മേൽവിലാസം ഐക്യസംഘം എന്നുള്ളതാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. കുടുംബങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ, നാട്ടിലെ വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ, സമൂഹത്തിന്റെ ഇടയിൽ ഐക്യമുണ്ടാക്കാൻ 1923-22 രൂപീകൃതമായ ഐക്യസംഘത്തിന്റെ ബൈലോയിൽ, അതിന്റെ നിയമാവലിയിൽ, ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പ്രധാനമായി എഴുതി വെച്ചത് സമുദായങ്ങൾക്കിടയിൽ, സമൂഹങ്ങൾക്കിടയിൽ, വിശിഷ്യ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ രഞ്ജിപ്പും സ്നേഹവും ഉണ്ടാക്കലാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ്. മനുഷ്യരുടെ ഇടയിൽ, വിശ്വാസികളുടെ ഇടയിൽ ഇണക്കവും സ്നേഹവും ഉണ്ടാക്കാൻ എന്ന പേരിൽ രൂപീകരിക്കപ്പെട്ട അതേ ഐക്യസംഘമാണ് പിന്നീട് ഈജിപ്ഷ്യൻ വഹാബിസത്തെ ഒളിച്ചു കടത്താനുള്ള ശ്രമങ്ങൾ നടത്തിയത്. അപകടകരമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ലോകത്തെ എല്ലാ പിഴച്ച ആദർശക്കാരും ചെയ്തതുപോലെ വിശുദ്ധമായ ഖുർആനിനെ ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട് പാരമ്പര്യമായി, ഞാൻ നേരത്തെ പറഞ്ഞ നൂറ്റാണ്ടുകളുടെ വിശുദ്ധമായ പാരമ്പര്യമുള്ള നമ്മുടെ നാട്ടിലുള്ള പൂർവികന്മാർ മുഴുവനും പിഴച്ചുപോയവരും ഇസ്ലാമിക ഇതിവൃത്തത്തിൽ നിന്ന് പുറത്തുപോയവരും മക്കയിലുള്ള ബഹുദൈവ വിശ്വാസികളെക്കാളും അപകടകാരികളാണ് മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിഭാഗം വരുന്ന ഉമ്മത്തും എന്ന് യാതൊരു വിധത്തിലുള്ള ലജ്ജയുമില്ലാതെ മുസ്ലിം സമുദായത്തിന്റെ നേരെ ശിർക്കിന്റെ അപകടകരമായ ആരോപണം നടത്തിക്കൊണ്ട് സമൂഹത്തിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് മഹാന്മാരായ നമ്മുടെ ഉലമ ഉണർന്ന് പ്രവർത്തിക്കുന്നതും അതുവരെ ഏതെങ്കിലും വ്യക്തി കേന്ദ്രീകൃതമായി നടന്നിരുന്ന ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ, മഖ്ദൂം കുടുംബം പോലെയുള്ള ചില കുടുംബങ്ങളുടെ ആധിപത്യത്തിൽ അല്ലെങ്കിൽ അവരുടെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ അതിനൊരു കൃത്യമായ സംഘടിത രൂപത്തിൽ നമ്മുടെ വിശ്വാസത്തെ യാതൊരു വിധത്തിലുള്ള കലർപ്പുമില്ലാതെ ഒരാൾക്കും അങ്ങനെ കൊത്തിവലിക്കാൻ വിട്ടുകൊടുക്കാതെ പാരമ്പര്യത്തിന്റെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണമെന്നുള്ള ബോധ്യത്തിൽ 1925 ഒരു പണ്ഡിത സഭ രൂപീകരിക്കുന്നത്. മഹാനായ KP മുഹമ്മദ് മീറാൻ മുസ്ലിയാരായിരുന്നു അന്ന് അതിന്റെ പ്രസിഡന്റ്.
ചിലരിവിടെ പറയാറുണ്ട്, ഒന്നും തിരിയാത്ത, എട്ടും പെട്ടും അറിയാത്ത, കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാൻ അറിയാത്ത ഏതൊക്കെയോ മുല്ലമാരുണ്ടാക്കിയതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെന്ന്. എങ്കിൽ 1925 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദ്യ രൂപമാകുന്ന സമസ്ത എന്ന ജംഇയ്യത്തുൽ ഉലമയുടെ ആദ്യ സംഘടിത രൂപത്തിന് നേതൃത്വം നൽകി അതിന്റെ പ്രസിഡന്റായ മഹാനായ മുഹമ്മദ് മീറാൻ മുസ്ലിയാർ ഇംഗ്ലീഷ്, ഉറുദു, അറബി, ഫാർസി, മലയാളം, അതേപോലെ തന്നെ തമിഴ് ഉൾപ്പെടെയുള്ള 6 ഭാഷകളിൽ അഗ്രേസരനായിരുന്ന, അഗ്രഗണ്യനായിരുന്ന, വളരെ അനായാസം 6ഓളം ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്ന ബഹുഭാഷാ പണ്ഡിതനും ദൈക്ഷണികനും ആത്മീയമായ ഔന്നിത്യത്തിന്റെ പാരമ്യതയെ പ്രാപിച്ചവരും വൈജ്ഞാനികമായി ഒരു സമൂഹത്തിന് ഉണർവിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാൻ പ്രാപ്തരുമായ നേതൃത്വമായിരുന്നു. ആരാണ് പിന്നീട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അതിന്റെ രൂപീകരണത്തിന്റെ നേതൃത്വം നൽകിയത്? മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. ഒരു പക്ഷേ ഒരു നൂറ്റാണ്ട് മുമ്പ് തന്നെ 1924 നമ്മുടെ താനൂർ ഇസ്ലാഹുൽ ഉലൂം എന്ന് പറയുന്ന മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്, വൈജ്ഞാനിക സംരംഭത്തിന് ആരംഭം കുറിച്ച മഹാനാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അന്ന് തന്നെ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇംഗ്ലീഷ് ഉൾപ്പെടെയുള്ള, ഉറുദു, അറബി ഉൾപ്പെടെയുള്ള ബഹുഭാഷകൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുത്ത് സമന്വയ വിദ്യാഭ്യാസത്തിന്റെ മനോഹരമായ മാതൃകകൾ സമൂഹത്തിന് കാണിച്ചവരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ബീജാവാപം നൽകിയത്. ആ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ് നമ്മുടെ വിശ്വാസങ്ങളെയും ആദർശങ്ങളെയും ചോദ്യം ചെയ്തുകൊണ്ട് ചിലരൊക്കെ രംഗപ്രവേശനം ചെയ്തപ്പോൾ KM മൗലവിയെ പോലെ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ, EK മൗദ് മൗലവിയെ പോലെ, MCC അബ്ദുറഹ്മാൻ മൗലവിയെ പോലെ തുടങ്ങിയ ഏതാനും ചില ആളുകൾ സമൂഹ മധ്യത്തിൽ ഒരു പാരമ്പര്യത്തിന്റെ വിശുദ്ധിയെ ചോദ്യം ചെയ്ത് രംഗപ്രവേശനം ചെയ്തപ്പോൾ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തന്റെ ആത്മീയ ഗുരുവായ കോയാമുട്ടി മുസ്ലിയാരുടെ അരികിൽ ചെന്നുകൊണ്ട് പറയുന്നത്, വാളക്കുളം കോയാമുട്ടി മുസ്ലിയാരുടെ സമീപത്ത് ചെന്നുകൊണ്ട് പറഞ്ഞു, ഈ അപകടകരമായ ആദർശ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മുടെ പാരമ്പര്യത്തെയും നമ്മുടെ വിശുദ്ധിയെയും കളങ്കമേൽക്കാതെ സംരക്ഷിക്കാനും നമ്മുടെ സമൂഹത്തിന് യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാനും ഒരു സംഘടിതമായ പണ്ഡിത സഭ രൂപീകരിക്കണ്ടേ എന്ന് മഹാനായ പാങ്ങിൽ ഉസ്താദിന്റെ അഭിപ്രായത്തെ പൂർണ്ണമായി ശിരസാവഹിച്ചുകൊണ്ട് വയോവൃദ്ധനായ ആ മഹാനായ ആത്മീയങ്ങളുടെ ഔന്നിത്യം പുൽകിയ ആ യോഗീവര്യനായ ബഹുമാനപ്പെട്ട കോയാമുട്ടി മുസ്ലിയാർ പറഞ്ഞു, എൻ്റെ വാർദ്ധക്യ സഹജമായ അവശതകൾ കാരണത്താൽ നിങ്ങളുടെ കൂടെ ഇറങ്ങി വരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറഞ്ഞത് അനിവാര്യതയുടെ കാര്യമാണ്. അങ്ങനെ ഒരു പണ്ഡിത സഭ അനിവാര്യതയുടെ സാഹചര്യമാണ്. എൻ്റെ പ്രായാധിക്യം കാരണത്താൽ നിങ്ങളുടെ കൂടെ എനിക്ക് വരാൻ സാധ്യമല്ലെങ്കിലും എൻ്റെ മകൻ മുഹമ്മദ് അബ്ദുൽ ബാരിയെ ഞാനിതാ നിങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്തുകൊണ്ട് കടന്നു വന്ന സാഹചര്യത്തിൽ മദീനക്കാർ മുഴുവനും പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചതിൻ്റെ ശേഷം വിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി സമ്പത്ത് നൽകിയപ്പോൾ, പലതും നൽകിയപ്പോൾ, ആത്മസമർപ്പണം നടത്തിയപ്പോൾ മദീനക്കാരിയായ ഒരു സ്ത്രീ 10 വയസ്സ് പ്രായം മാത്രമുണ്ടായിരുന്ന തന്റെ മകൻ അനസിന്റെ കയ്യും പിടിച്ചുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നിട്ട് പുണ്യ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരെ, ദീനിന് വേണ്ടിയിട്ട്, വിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടിയിട്ട് പലരും പലതും തന്നല്ലോ നബിയെ. എൻ്റെ കയ്യിൽ സമ്പത്തില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് എൻ്റെ പൊന്നുമകൻ അനസാണ്. ഈ അനസിനെ, മഹാനായ 10 വയസ്സുകാരനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഉമ്മു സുലൈമിനെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ കാലത്തിന്റെ ഇങ്ങേ തലക്കൽ ആ പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം ചെയ്ത വിശുദ്ധമായ ഇസ്ലാമിന്റെ വിശുദ്ധിയെ കളങ്കപ്പെടുത്താൻ വേണ്ടിയിട്ട് ചില തസ്കര കൂട്ടങ്ങൾ നമ്മുടെ മലബാറിന്റെ പരിസരത്ത് വട്ടമിട്ട് പറക്കുന്ന കാലഘട്ടത്തിലാണ് മഹാനായ കോയാമുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ എന്ന ചെറുപ്പക്കാരനായ ചുറുചുറുക്കുള്ള പാണ്ഡിത്യത്തിന്റെ തികവുമെന്ന തന്റെ പൊന്നുമകനെ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അവിടെ നിന്ന് മഹത്തായ സമട്ട കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന്റെ ആന്തോളനങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്, സാഹചര്യങ്ങൾ ഒരുങ്ങുകയാണ്. 1925 മുതൽ 1926 വരെയുള്ള നീണ്ട ഒരു വർഷ കാലയളവിൽ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു
നവ്വറല്ലാഹു മർഖദ, നേരത്തെ പറഞ്ഞ ബഹുമാനപ്പെട്ട മീറാൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, പള്ളിവീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ തുടങ്ങിയ മഹാരഥന്മാരായ നമ്മുടെ നേതൃനിലയിൽ ഉണ്ടായിരുന്ന മഹത്തുക്കൾ അവരെല്ലാം സാമൂഹികമായി, ഭൗതികമായി, ദൈക്ഷണികമായി, വൈജ്ഞാനികമായി സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞ വലിയ പണ്ഡിതന്മാരായിരുന്നു. ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായി പിന്നീട് അവരോധിപ്പിക്കപ്പെട്ട മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ തന്റെ സ്വന്തം നാട്ടിൽ, തന്റെ സ്വന്തം ചെലവിൽ, തന്റെ മാനേജ്മെന്റിൽ ഒരു സ്കൂൾ നടത്തിക്കൊണ്ടിരുന്ന വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്നു. പ്രിയപ്പെട്ടവരെ, നേരത്തെ സൂചിപ്പിച്ച പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ താനൂർ ഇസ്ലാഹുൽ ഉലൂം എന്ന് പറയുന്ന സമന്വയ വിദ്യാഭ്യാസം കേരളീയ സമൂഹത്തിന് പരിചയപ്പെടുത്തിയ വൈജ്ഞാനിക തികവിന്റെ മനോഹരമായ പ്രതീകമായിരുന്നു. തീർന്നില്ല, അതിന്റെ ശേഷം കടന്നു വന്ന സമസ്തയുടെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന ഓരോ ആളുകളെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമായി നവ്വറല്ലാഹു മർഖദ 1951 വടകരയിൽ വെച്ച് നടന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 19ാം വാർഷിക ഐതിഹാസിക മഹാസമ്മേളനത്തിൽ അവിടെ ചേർന്ന മുഷാവറയിൽ സമസ്തയുടെ മുഷാവറ അംഗമായിട്ട് ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ട മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ അവിടെ നിന്ന് 1957 ബഹുമാനപ്പെട്ട പറവണ്ണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ തന്റെ ഏറ്റവും ചെറിയ പ്രായത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായി അവരോധിക്കപ്പെട്ട് നീണ്ട 4.5 പതിറ്റാണ്ട് കാലത്തോളം 1996 വിട പറയുന്നത് വരെയുള്ള ദൈർഘ്യമേറിയ കാലയളവിൽ മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകിയ ഈ പ്രസ്ഥാനത്തിന്റെ നിലപാടുകളെ തന്റെ ജീവിതത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും സമൂഹത്തിൽ ഒരാൾക്കും നിഷേധിക്കാനോ തള്ളിക്കളയാനോ കഴിയാത്ത വിധം ബോധ്യപ്പെടുത്തി തന്ന ജാജ്വല്യമാനമായ ചരിത്രത്തെ അടയാളപ്പെടുത്തിയ ലൈസ അൻത ആലിമു ഖൈറല അൻത ആലിമുൽ ആലം എന്ന് അറേബ്യൻ പണ്ഡിതന്മാർ പോലും വിളിച്ചു പറഞ്ഞ നിങ്ങൾ കേരളത്തിന്റെ മാത്രം പണ്ഡിതനല്ല, നിങ്ങൾ ലോകത്തിന്റെ മുഴുവനും പാണ്ഡിത്യത്തിന്റെ തികവാണ് എന്ന് സർട്ടിഫൈ ചെയ്ത മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഇംഗ്ലീഷ് ഭാഷയെ അനായാസം കൈകാര്യം ചെയ്തവരായിരുന്നു. അറബി, ഉറുദു, പേർഷ്യൻ, എന്തിലേറെ പറയണം സുറിയാനി ഭാഷ പോലും കൃത്യമായി കൈകാര്യം ചെയ്തിരുന്ന വൈജ്ഞാനികമായ ലോകത്ത് തൻ്റെതായ ചരിത്രവും ഇടവും അടയാളപ്പെടുത്തിയ മഹത്തുക്കളായിരുന്നു. പിന്നെ എങ്ങനെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എട്ടും പൊട്ടും തിറയാത്ത മുല്ലമാർ സ്ഥാപിച്ചതാണ് എന്ന് ആരോപിക്കാൻ സാധിക്കുന്നത്? ഞങ്ങൾ പഴഞ്ചന്മാരാണ്. തുറന്നു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ പഴഞ്ചന്മാരാണ്. കാരണം ഞങ്ങളുടെ ആദർശം പഴയതാണ്. പുതിയ ആദർശത്തെക്കുറിച്ച് പറയാനല്ല, പുതിയ ആശയങ്ങളെ കുറിച്ച് പറയാനല്ല. മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ 1926 ജൂൺ 26 കോഴിക്കോട്ടെ ടൗൺ ഹാളിന്റെ നടുമുറ്റത്ത് വെച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് നാളിതുവരെ മുസ്ലിം സമുദായത്തിന് കേട്ടുകേൾവിയില്ലാത്ത പുതിയ എന്തെങ്കിലും ആദർശത്തെക്കുറിച്ച് പറയാനല്ല, പുതിയ എന്തെങ്കിലും സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കാനല്ല, ആ സിദ്ധാന്തങ്ങളിലേക്ക് ആളെ കൂട്ടാനുമല്ല, മറിച്ച് ഒരു പാരമ്പര്യത്തിന്റെ തുടർച്ചക്ക് സംഘടിത രൂപം നൽകിയതാണ്. സാമൂഹികമായ സാഹചര്യങ്ങളിൽ വിശുദ്ധമായ ഇസ്ലാമിന്റെ വെളിച്ചത്തെ കളങ്കപ്പെടുത്താൻ വേണ്ടിയിട്ട് രംഗപ്രവേശനം ചെയ്ത സർവ്വവിധത്തിലുള്ള പുത്തനാശയങ്ങൾ കരിതാകങ്ങളെയും പിടിച്ചു കെട്ടാൻ വേണ്ടി രൂപീകൃതമായ പ്രസ്ഥാനം തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ ആദർശ പ്രതിബദ്ധതയിൽ 99 വർഷം പിന്നിടുമ്പോൾ വരുന്ന 2026 ഫെബ്രുവരി 4 മുതൽ 8 കൂടിയ തീയതികളിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വം പ്രഖ്യാപിച്ചതനുസരിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് വെച്ച് 100ാം വാർഷിക ഐതിഹാസിക മഹാസമ്മേളനം നടക്കാനിരിക്കുമ്പോൾ ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയത്തെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉയർത്തിപ്പിടിക്കുന്നത്. ആർക്ക് കഴിയുമതിന്? കേരളത്തിലുള്ള വഹാബിസത്തിന് സാധിക്കുമോ? ജമാഅത്തെ ഇസ്ലാമിക്ക് സാധിക്കുമോ? ജമാഅത്തെ ഇസ്ലാമിയുടെ കേരളത്തിലെ അമീർ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മീഡിയയുടെ മുന്നിൽ വന്ന് തുറന്നു പറയേണ്ട ഗതികേട് കേരളീയ സമൂഹം കണ്ടതല്ലേ? മൗദൂദിയുമായി അബുൽ അഅ്ല മൗദൂദിയല്ല ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയേണ്ട ഗതികേടിലേക്ക് സ്ഥാപക നേതാവിനെ പോലും തള്ളിപ്പറയേണ്ടി വരുന്ന ആശയ പാപ്പരത്വത്തിലേക്ക് പുതിയ പ്രസ്ഥാനങ്ങൾ കടന്നു വരുമ്പോൾ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളെ തള്ളിപ്പറയേണ്ട ഗതികേട്
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വന്നിട്ടില്ല എന്നെങ്കിലും മഹാനായ വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളെ തള്ളിപ്പറയേണ്ട ഗതികേടിലേക്ക് ഒരു സമൂഹം എത്തിച്ചേരുമെങ്കിൽ ആ പതാക താഴെ വെച്ച് വേറെ പണിക്ക് പോകേണ്ടി വരും. സമസ്ത എന്ന് പറഞ്ഞാൽ അതിന്റെ നേതൃത്വമാണ്. വരക്കൽ ബാലവി മുല്ലക്കോയ തങ്ങളുടെ ആദർശമാണ് സമസ്തയുടെ ആദർശം. മൗദൂദിയുടെ ആദർശമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം എന്ന് പറയേണ്ട ഗതികേടിലേക്ക് വരുന്നത് ആശയങ്ങൾ പുത്തനായതുകൊണ്ടാണ്. അത് മൗദൂദിയുടെ ജൽപ്പനങ്ങളിൽ തോന്നിയ ആശയങ്ങളെ സൈദ്ധാന്തികമായ അടിത്തറയിൽ വാർത്തെടുക്കേണ്ടി വന്നതുകൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 1926 രൂപീകൃതമാകുമ്പോൾ മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമൂഹത്തോട് പറഞ്ഞത് എന്താണോ അതേ ആദർശം തന്നെയാണ് ഇപ്പോഴും പറയാറുള്ളത്. അതിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ലാതെ കൃത്യമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ, പ്രതിരോധത്തിന്റെ പോർമുനകൾ തീർക്കുമ്പോൾ തന്നെ, മറുവശത്ത് സാംസ്കാരികമായും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 99 വർഷങ്ങൾ കൊണ്ട് പ്രതിജ്ഞാബദ്ധമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. 1951 നേരത്തെ പറഞ്ഞ വടകരയിൽ നടന്ന 20ാം വാർഷിക 19ാം വാർഷിക മഹാസമ്മേളനത്തിൽ വെച്ച് വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചു. ആ വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിൽ 10,000-കണക്കിന് മദ്രസകളുണ്ട്. കേരളത്തിനകത്തും പുറത്തുമായിട്ട് 10,000-കണക്കിന് മദ്രസകൾ, 1 ലക്ഷത്തിൽ പരം വരുന്ന അധ്യാപകന്മാർ, 10 ലക്ഷത്തിൽ പരം വരുന്ന വിദ്യാർത്ഥികൾ. ആ വിദ്യാർത്ഥികൾക്ക്, പുതിയ തലമുറകൾക്ക് അതാത് കാലങ്ങളിൽ വിശുദ്ധമായ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ഒരു വ്യക്തി എന്ന അർത്ഥത്തിൽ, ഒരു സാമൂഹിക ജീവി എന്ന അർത്ഥത്തിൽ, ഒരു സാമൂഹിക ഇടപെടൽ നടത്തേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ കുടുംബജീവിതം നയിക്കാൻ, വ്യക്തി ജീവിതം നയിക്കാൻ, സാമൂഹിക ജീവിതം നയിക്കാൻ, ദാമ്പത്യ ജീവിതം നയിക്കാൻ, ഏറ്റവും നല്ല പൗരനായി ജീവിക്കാൻ ഒരു മനുഷ്യന്റെ സർവ്വ മേഖലകളിലും ഏതൊക്കെ രീതിയിലാണ് സംസ്കാരത്തെയും നിലപാടുകളെയും രൂപപ്പെടുത്തിയെടുക്കേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് നാളിതുവരെ ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്തിന്റെ ബഹുസ്വരതയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ 99 വർഷക്കാലയളവിൽ ഒരിക്കൽ പോലും സംശയത്തിന്റെ കരിനിഴലിൽ മഹത്തായ ഈ പ്രസ്ഥാനം നിർത്തപ്പെട്ടിട്ടില്ല. ഇവിടെ നിന്ന് ദമ്മാജിലേക്ക് ആടുമേക്കാൻ പോയവർ ഇന്ത്യയുടെ ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാൻ സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവിൽ, ഇങ്ങനെയല്ല മുസ്ലിമിന്റെ ജീവിതം എന്നുള്ള തെറ്റായ ധാരണയിൽ ദമ്മാജിലേക്ക് വണ്ടി കയറിയവർ ആരാണ്? ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അവിടെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെയുള്ള സാമൂഹിക വ്യവസ്ഥിതിയോട്, ഇവിടെയുള്ള സാംസ്കാരിക പരിലസങ്ങളോട് തൻ്റെതായ വിശുദ്ധമായ ഇസ്ലാമിൻ്റെതായ ഐഡന്റിറ്റിയെയും ആദർശത്തെയും യാതൊരു നിലക്കും വക്രീകരിക്കാതെ ആ ഐഡന്റിറ്റിയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യക്കാരൻ എന്നുള്ള മൂല്യങ്ങളിൽ ഈ രാജ്യത്തെ ബഹുസ്വര സമൂഹത്തിന്റെ ഭാഗമായി ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ കാലമത്രയും സമൂഹത്തെ ബോധ്യപ്പെടുത്തിയതും ഈ നാട്ടിലുള്ള ബഹുസ്വരതയെക്കുറിച്ചും മഹാനായ ശൈഖുനാ ശംസുൽ ഉലമായി നവ്വറല്ലാഹു മർഖദ മഹാനുഭാവന്റെ ജീവിതത്തിൽ ഐതിഹാസികമായ പ്രഭാഷണമാണ് 60ാം വാർഷിക മഹാസമ്മേളനം. കോഴിക്കോട്ടെ കടപ്പുറത്ത് ആർത്തലക്കുന്ന അറബിക്കടലിനെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒറ്റ വിരലിൽ അറ്റം തീർത്തുകൊണ്ട് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമായി നവ്വറല്ലാഹു മർഖദ നടത്തിയ ഐതിഹാസികമായ ഉദ്ഘാടന പ്രഭാഷണം, നീണ്ടുപോയ ആ ഉദ്ഘാടന പ്രഭാഷണം, അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ ഊന്നിപ്പറഞ്ഞിരിക്കുന്നത് മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയോട് എത്രമാത്രം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. സുന്നി ആശയധാര, അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നുള്ളത് ഈ രാജ്യത്തോടും ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തോടും എത്രമാത്രം ഇഴചേർന്ന് നിൽക്കുന്നു എന്നുള്ള പാഠമാണ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ അവിടെ ഉദാഹരണമായിട്ട് അന്ന് പറഞ്ഞത്. മാനാഞ്ചിറ കുളത്തെ സംബന്ധിച്ചുകൊണ്ടാണ്. 3000 സ്വർണ്ണ നാണയങ്ങൾ ചിലവിട്ടുകൊണ്ട് ടിപ്പു സുൽത്താൻ നിർമ്മിച്ച മഹാനായ സയ്യിദ് ജിഫ്രി റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം സാമൂതിരി രാജാവ് 3.5 ഏക്കറോളം ഭൂമി നൽകിയിട്ട് ആ ഒരു പാരസ്പര്യ ബന്ധത്തിൽ ഹൈന്ദവനായ രാജാവ് സ്ഥലം കൊടുത്തിട്ട് ടിപ്പു സുൽത്താൻ അതിനുവേണ്ട സാമ്പത്തികമായ വിഹിതം നടത്തിയിട്ട് അവിടെ കുഴിക്കാനുള്ള നിർദ്ദേശവും വെള്ളം കിട്ടുമെന്നുള്ള സന്ദേശവും ആത്മീയ നേതാവായ മഹാനായ സയ്യിദ് ജിഫ്രി റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശം നൽകിയിട്ടാണ് മാനാഞ്ചിറ എന്ന് പറയുന്ന കോഴിക്കോടിന്റെ അടയാള മുദ്ര രൂപപ്പെട്ടു വന്നത് എന്ന് ശൈഖുനാ ശംസുൽ ഉലമായി നവ്വറല്ലാഹു മർഖദ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 60ാം വാർഷികത്തിൽ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെയാണ് അയ്യപ്പ സ്വാമിയെയും വാവർ വലിയുല്ലാഹിയെയും
മഹാനായ ശൈഖുനാ ശംസുൽ ഉലമായി പാരസ്പര്യത്തിന്റെ അടയാള മുദ്രകളായി സമൂഹത്തിന്റെ മുന്നിൽ ബോധ്യപ്പെടുത്തി കൊടുത്തത്. ബിദ്അത്ത് കടന്നു വന്നാൽ, പ്രത്യേകിച്ച് വഹാബിസം നമ്മുടെ സമൂഹത്തിലേക്ക് നുഴഞ്ഞു കയറിയാൽ, അവർക്ക് ഈ സമൂഹത്തിന്റെ ബഹുസ്വരതയെ ഉൾക്കൊള്ളാൻ കഴിയുന്നവരല്ല. അവർ പലപ്പോഴും ഈ രാജ്യത്തിന്റെ സ്വസ്ഥമായ അന്തരീക്ഷങ്ങൾക്ക് കളങ്കം തീർക്കുമെന്ന് ആ വലിയ മനുഷ്യൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചപ്പോൾ, ആ വഹാബിസത്തിന്റെ ഗൾഫ് സലഫിസത്തിന്റെ ആശയധാരകളിൽ ആകൃഷ്ടരായവരാണ് ദമ്മാജിലേക്ക് വണ്ടി കയറിയവരെന്ന് ചരിത്രം പിന്നീട് അടയാളപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായില്ലേ? ഞാൻ പറഞ്ഞു വന്നത്, മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ രാജ്യത്തോടും ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയോടും ചേർന്ന് നിൽക്കുമ്പോൾ ആത്മീയമായ ഔന്നിത്യവും വഴിയും വെളിച്ചവും ഉമ്മത്തിന് കാണിച്ചു കൊടുക്കുന്ന അതേ സന്ദർഭത്തിൽ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1934 അതിന്റെ മഹത്തായ ഭരണഘടന രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എഴുതി വെച്ച കൂട്ടത്തിൽ, ഓരോന്നും മക്കമിട്ട് എഴുതി വെച്ച കൂട്ടത്തിൽ മൂന്നാമതായും നാലാമതായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളായിട്ട് രേഖപ്പെടുത്തി വെച്ചത് ദീർഘവീക്ഷണമുള്ള, കൃത്യമായ കാഴ്ചപ്പാടുള്ള, ദൈക്ഷണിക പ്രതിഭകളായ ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹത്തായ പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലുണ്ടായിരുന്ന സാരഥികൾ മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മൂന്നാമത്തെ ഉദ്ദേശ ലക്ഷ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് ഈ രാജ്യത്ത് അധിവസിക്കുന്ന മുസ്ലിം സമുദായത്തിന് ഭരണഘടനാപരമായി ലഭിക്കാനുള്ള എന്തെല്ലാം അവകാശങ്ങളുണ്ടോ, ഇവിടുത്തെ ജനായത്ത വ്യവസ്ഥയിൽ, ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ, ഇവിടുത്തെ ഭരണകൂടം, ഇവിടെയുള്ള ഭരണഘടന, ഈ സംവിധാനങ്ങൾ വിഭാവനം ചെയ്യുന്ന എന്തെല്ലാം അവകാശങ്ങളുണ്ടോ, ആ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ ന്യായമായ രീതിയിൽ, ജനാധിപത്യമായ രീതിയിൽ ആ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ട ഇടപെടലുകൾ നടത്തുക എന്നുള്ളതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ മൂന്നാമത്തെ കാര്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, വഹാബിസത്തിനെതിരെ ക്യാമ്പയിൻ നടത്തുക മാത്രമല്ല, മൗദൂദികളുടെ പൊള്ളത്തരങ്ങൾ കാണിക്കുക മാത്രമല്ല, വ്യാജകള്ള തെരീക്കത്തുകളെ സമൂഹത്തിന്റെ മുന്നിൽ തൊലിയുരിഞ്ഞ് കാണിക്കുക മാത്രമല്ല, അതേ സന്ദർഭങ്ങളിൽ പലരും പറഞ്ഞല്ലോ, എല്ലാ സന്ദർഭങ്ങളിലും ഡെമോക്രസിന്റെ വാള് പോലെ മൂർധാവിന്റെ നേരെ ഫാസിസം പത്തി വിടർത്തിയാടുന്ന വേളകളിലാണോ നിങ്ങൾ ആദർശം അമാനത്ത് എന്ന് പറയുന്ന ക്യാമ്പയിനുമായിട്ട് കടന്നു വരുന്നത് എന്ന് പാവപ്പെട്ട പ്രിയപ്പെട്ട നമ്മുടെ SKSSFന്റെ പ്രവർത്തകരെ വ്യത്യസ്തങ്ങളായ നാടുകളിൽ വെച്ച് ഒളിഞ്ഞും തെളിഞ്ഞും വാക്പോരുകൾ നടത്തുന്നവരോട് ആ പാരമ്പര്യം മാത്രമല്ല, ആദർശം പറയേണ്ട ഇടങ്ങളിൽ ഞങ്ങൾ പറയുക തന്നെ ചെയ്യും. ആര് അതിനെ തടകെട്ടാൻ ശ്രമിച്ചാലും, ആരത് പറയണ്ട എന്ന് പറഞ്ഞാലും, ഒരു ശക്തിയുടെ മുന്നിലും വിധേയത്വപ്പെടാതെ വിശുദ്ധമായ ഇസ്ലാമിന്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന മഹത്തായ ആദർശത്തെ ഉയർത്തിപ്പിടിക്കാനും അത് പ്രബോധനം ചെയ്യാനും അത് സമൂഹത്തിൽ പ്രഘോഷണം ചെയ്യാനും ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 അധികാരം നൽകുന്ന കാലത്തോളം അത് പറയാൻ ഇവിടെ ഒരാളെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ അതുമാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ ഉമ്മത്തിന്റെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലെല്ലാം കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. 1984 ഷാബാനോ കേസ് നിലവിൽ വന്നപ്പോൾ, ആ പ്രശ്നമുണ്ടായപ്പോൾ ഇസ്ലാമിക ശരീഅത്തിന് വിരുദ്ധമായി 1936 മുസ്ലിം പേഴ്സണൽ ലോ ആക്ട് പ്രകാരം ഇവിടെ വിധി നടപ്പാക്കേണ്ടത്, കോടതികൾ വിധി നടപ്പാക്കേണ്ടത് ഷാഫിഈ മദ്ഹബുകാർക്ക് തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന് പറയുന്ന മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥം അവലംബിച്ചുകൊണ്ടും ഹനഫി മദ്ഹബുകാർക്ക് ഫതാവ ആലംഗീരിയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ആ രീതിയിലാണ് രാജ്യത്തുള്ള സിവിൽ നിയമങ്ങളിൽ കോടതികൾ വിധി പറയേണ്ടത് എങ്കിൽ വിശുദ്ധമായ ഖുർആനിന്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ നിരത്തി വെച്ചുകൊണ്ട് ആ പൈതൃകത്തിൽ നിന്ന് വിരുദ്ധമായി, മതവിരുദ്ധമായ, മദ്ഹബുകൾക്ക് വിരുദ്ധമായ ഒരു വിധി കോടതികളിൽ നിന്ന് വന്ന സാഹചര്യത്തിൽ അതിനെ തുടർന്നുകൊണ്ട് ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള ശ്രമങ്ങളുണ്ടായപ്പോൾ ഈ രാജ്യത്തെ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന മൗലികാവകാശത്തിന്റെ കടക്കൽ കത്തിവെക്കാനുള്ള സമീപനങ്ങൾ ഉണ്ടായപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിനെതിരെ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദ അതിനെതിരെ കൃത്യമായ താക്കീത് നൽകിയിട്ടുണ്ട്. ഈ ജനായത്ത വ്യവസ്ഥയെ മാനിച്ചുകൊണ്ട് തന്നെ അവകാശ പോരാട്ടത്തിന്റെ വഴിയിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്താൻ പോവുകയാണ്, ഈ ഫെബ്രുവരി 27 വ്യാഴാഴ്ചയുടെ സായാഹ്നത്തോടുകൂടെ കോഴിക്കോടിന്റെ
നാടിന്റെ ഹൃദയഭാഗത്ത് ഒരു വലിയ പൗരാവകാശ മഹാറാലി ഇതേ SKSSF ആദർശം അമാനത്താണെന്ന് പറയുന്ന ക്യാമ്പയിൻ കഴിഞ്ഞ 2-3 മാസങ്ങളായി ഇവിടെയുള്ള പുത്തനാശയക്കാർക്കെതിരെ ഉയർത്തിപ്പിടിച്ച് വളരെ വിജയകരമായ രീതിയിൽ എല്ലാ എതിർപ്പുകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ആശയ പോരാട്ടം നടത്തിയ മഹത്തായ ഈ പ്രസ്ഥാനം തന്നെ ഫെബ്രുവരി 27 സായാഹ്ന സന്ധ്യയിൽ വൈകുന്നേരത്തിൽ ചരിത്രമുറങ്ങുന്ന കോഴിക്കോടിന്റെ മണ്ണിൽ ഭരണകൂട ഫാസിസ്റ്റ് തീരുമാനങ്ങൾക്കും നിലപാടുകൾക്കുമെതിരെ മുസ്ലിം ഉമ്മത്തിന്റെ പാരമ്പര്യമായി അവർ മടിശീലയിലെ പണം ഉപയോഗിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് വഖഫ് ചെയ്തിരിക്കുന്ന ലക്ഷക്കണക്കിന് വഖഫ് സ്വത്തുകൾ പുതിയ നിയമത്തിന്റെ നൂലാമാലകൾ ഉണ്ടാക്കിക്കൊണ്ട് നിലവിലുള്ള വഖഫ് നിയമത്തെ ഭേദഗതി ചെയ്ത് അതിന്റെ ബില്ല് എല്ലാ എതിർപ്പുകളെയും JPC-യുടെ ജോയിന്റ് പാർലമെന്ററി കമ്മീഷന്റെ എല്ലാ എതിർപ്പുകളെയും അതിലുള്ള അംഗങ്ങളുടെ എതിർപ്പുകളെ പോലും അവഗണിച്ച് ഏകപക്ഷീയമായ രീതിയിൽ രാജ്യസഭയിൽ പാസ്സാക്കിയെടുത്തിരിക്കുകയാണ്. ലോക്സഭയിലും അത് പാസ്സാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഒരു സമുദായത്തിന്റെ ഇവിടെ ദേവസ്വം ബോർഡുണ്ട്, ഇവിടെ ക്രൈസ്തവ സമൂഹത്തിന്റെ മതപരമായ സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്, ഇവിടെ സിഖ് മതവിഭാഗത്തിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. മുസ്ലിം സമുദായം അവരുടെ മടിശീലയിലെ പണം കൊണ്ട് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി വഖഫ് ചെയ്തിരിക്കുന്ന വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെട്ടു പോകുന്ന രീതിയിൽ പാരമ്പര്യമായി കൈവശം വെച്ച് വന്നിരിക്കുന്ന വഖഫ് സ്വത്തുക്കളെ മറ്റു പലർക്കും കവർന്നെടുക്കാനുള്ള സാഹചര്യം നൽകുന്ന രീതിയിൽ പുതിയ വഖഫ് ഭേദഗതി ബില്ല് നിയമമാക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ ആ വലിയ അവകാശ നിഷേധത്തിനെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി പടയാകുന്ന SKSSF സമൂഹത്തിലേക്ക് രാജ്യത്തെ ഭരണകൂടത്തിന്റെ കണ്ണു തുറപ്പിക്കാൻ വലിയ മഹാറാലിയുമായിട്ട് രംഗത്തേക്ക് കടന്നു വരികയാണ്. അത് മാത്രമല്ല, ഉത്തരാഖണ്ഡിൽ ആർട്ടിക്കിൾ 44 നടപ്പാക്കി കഴിഞ്ഞു, ഏക സിവിൽ കോഡ് നടപ്പാക്കി കഴിഞ്ഞു, ഗുജറാത്തിൽ നടത്താനുള്ള അതിന്റെ ഒരുക്കങ്ങൾ നടന്നു കഴിഞ്ഞു. രാജ്യം മുഴുവനും ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന തിട്ടൂരം നടപ്പിലാക്കിയിട്ട് ഈ രാജ്യത്തെ ഏകശിലാത്മകമായ സംസ്കാരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, ഈ രാജ്യത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത്, ഈ മഹത്തായ രാജ്യത്തിന്റെ പൈതൃകം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളിലുള്ള ഏകത്വമാണ്. മുസ്ലിം ആകട്ടെ, ഹിന്ദുവാകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, ജൈനനാകട്ടെ, പാഴ്സിയാകട്ടെ, മതമില്ലാത്തവരാകട്ടെ, ആരായാലും അവരുടെ ആചാരങ്ങളും അവരുടെ അനുഷ്ഠാനങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിതം നയിക്കാൻ കഴിയുന്ന രീതിയിലാണ് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ കൃത്യമായിട്ട് ഉറപ്പ് നൽകുന്നത്. ആ മൗലികാവകാശത്തിന്റെ കടക്കൽ കത്തിവെച്ചുകൊണ്ടാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിന്റെ കൂട്ടത്തിലുള്ള മാർഗനിർദ്ദേശക തത്വങ്ങളിൽപ്പെട്ട ആർട്ടിക്കിൾ 44 ഈ ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഏക സിവിൽ കോഡ് നടപ്പാക്കുമ്പോൾ ഒരു ജനവിഭാഗത്തിന്റെ മൗലികാവകാശമാണ് ധ്വംസിക്കപ്പെടാൻ പോകുന്നത്. മൗലികാവകാശം എന്ന് പറഞ്ഞാൽ കോടതി മുഖേന നിഷേധിക്കപ്പെട്ടാൽ സ്ഥാപിച്ചു കിട്ടാൻ മാത്രം ഉറപ്പുള്ള ഊക്കുള്ള അവകാശങ്ങളാണ്. ഇവിടെ നിഷേധിക്കപ്പെടുന്ന മുസ്ലിം സമുദായത്തിന്റെ അവകാശത്തിന് വേണ്ടിയിട്ട് കൃത്യമായ സന്ദേശം നൽകാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹത്തായ വിദ്യാർത്ഥി പടയണി ഈ വരുന്ന ഫെബ്രുവരി 27 വ്യാഴാഴ്ച സായാഹ്നത്തിൽ കോഴിക്കോട്ട് ഒരുമിച്ച് കൂടുകയാണ്. അത് മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, 1991 ആരാധനാലയം ആക്ടും കാറ്റിൽ പറത്തിക്കൊണ്ട് ആർക്കിയോളജിക്കൽ സർവേക്ക് മുസ്ലിം പള്ളികളുടെ പാരമ്പര്യമായി നൂറ്റാണ്ടുകളായി ഒരു ജനവിഭാഗം കൈവശത്ത് വെച്ചു പോരുന്ന അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന പള്ളികളുടെ അടിവേരുകൾ മാന്താൻ ഇവിടെയുള്ള ഭരണകൂടം തന്നെ ആർക്കിയോളജിക്കൽ സർവേക്ക് അംഗീകാരം നൽകുമ്പോൾ അത് നിലവിലുള്ള ആരാധനാലയം ആക്ടിന് എതിരാണ്. 1947 ഓഗസ്റ്റ് 15 മുമ്പ് ഇന്ത്യയിലുള്ള ഒരു ആരാധനാലയം ഏത് മതവിഭാഗത്തിന്റെ കൈവശത്തിലാണോ, ഏത് സംസ്കാരത്തിലും ഏത് മതാചാര പ്രകാരവുമാണോ സംരക്ഷിച്ചു വരുന്നത്, 1947 ഓഗസ്റ്റ് 15 ശേഷവും അതേ വിഭാഗം തന്നെയാണ്, അതേ ആരാധന ആചാര അനുഷ്ഠാനങ്ങൾക്കനുസരിച്ചുകൊണ്ട് തന്നെയാണ് സംരക്ഷിക്കപ്പെടേണ്ടത്, ബാബരി മസ്ജിദ് ഒഴികെ. ഇതാണ് 1991 ആരാധനാലയം ആക്ട്. നമ്മുടെ നാട്ടിൽ ഇനിയൊരു ബാബരി ആവർത്തിക്കപ്പെടാതിരിക്കാനാണ് നമ്മുടെ പാർലമെന്റ് അങ്ങനെ ഒരു നിയമം നടപ്പാക്കിയിരിക്കുന്നത്. എന്നാൽ ആ നിയമത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ആർക്കിയോളജിക്കൽ സർവേക്ക് അനുമതി നൽകി എത്രയോ പള്ളികളുടെ അടിവേരുകൾ മാന്തി ആ പള്ളികളെ തകർക്കാനുള്ള ശ്രമങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്നുണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള നൈരന്തര്യമായ അവകാശ നിഷേധങ്ങൾക്കെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഐതിഹാസികമായ മഹാറാലി കോഴിക്കോട്ട് കടപ്പുറത്ത് നടക്കാനിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, വിശ്വാസപരമായ വൈകല്യങ്ങളുമായി കടന്നു വന്നവരെ പ്രതിരോധിക്കാൻ,
അവകാശ നിഷേധങ്ങളുമായിട്ട് ഭരണകൂടം കടന്നു വരുമ്പോൾ അതിനെതിരെ പ്രതിരോധത്തിന്റെ പോർമുനകൾ തീർക്കാൻ, അധികാരത്തിന്റെ ഇടനാഴികകളിൽ ഈ സമുദായത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിവർന്നു നിന്ന് ചോദിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നും പ്രതിജ്ഞാബദ്ധമായ നിലപാടെടുത്തിട്ടുണ്ട്. ഇനി ഈ സമൂഹ ഗാത്രത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലിബറൽ ആ രീതിയിലുള്ള മതനിരാസ പ്രത്യയ ശാസ്ത്രങ്ങളായാലും വേണ്ട രീതിയിലുള്ള പ്രതിരോധങ്ങൾ അവർക്കെതിരെയും മഹത്തായ പ്രസ്ഥാനം ക്യാമ്പയിനിലൂടെയും ആശയ സംവാദങ്ങളിലൂടെയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, സമൂഹത്തിന് ആവശ്യമുള്ളത് എന്താണോ അതാത് സമയങ്ങളിൽ വേണ്ട രീതിയിൽ ഇടപെടലുകൾ നടത്താൻ ഈ പണ്ഡിത നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട്. അതിനുവേണ്ട വ്യത്യസ്തങ്ങളായ വിങ്ങുകളുണ്ട്. മഹല്ല് ശാക്തീകരണത്തിന് വേണ്ടി, യുവജന സമൂഹത്തിന്റെ കൃത്യമായ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി, വിദ്യാർത്ഥി സമൂഹത്തിന് സാംസ്കാരിക ഇടങ്ങളിൽ നിന്ന് പറിച്ചു നടപ്പെട്ടവരായി വൈജ്ഞാനികമായ തികവുകൾ നമ്മൾ അവകാശപ്പെടുമ്പോഴും, വിദ്യാഭ്യാസപരമായ പുരോഗതികൾ നമ്മൾ അവകാശപ്പെടുമ്പോഴും, പുതിയ വിദ്യാർത്ഥിത്വങ്ങൾ സാഡിസത്തിന്റെ വക്താക്കളായി തീരുന്ന കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏതാനും ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ കൊല്ലം ജില്ലയിലെ ഗാന്ധിനഗറിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജൂനിയറായ വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ ആ പാവപ്പെട്ട കുട്ടിയുടെ ശരീരത്തിലൂടെ കോമ്പസ് കൊണ്ട് കുത്തി വരഞ്ഞിട്ട് മാംസളങ്ങളായ ഭാഗങ്ങളിൽ മുഴുവനും ഛേദിച്ചിട്ട് അതിൽ നിന്ന് രക്തമൊലിക്കുമ്പോൾ കൈകാലുകൾ റൂമിലെ കട്ടിലിൽ കെട്ടിയിട്ടിട്ട് ആ പുളയുന്ന വിദ്യാർത്ഥിയുടെ മുറിവിലേക്ക് ലോഷൻ ഒഴിച്ചിട്ട് ശാരീരികമായ മർദ്ദനങ്ങൾ ഏൽപ്പിച്ച് ആർത്തട്ടഹസിച്ച ആ കുട്ടി കരയുമ്പോൾ അതിനേക്കാളും വലിയ ശബ്ദത്തിൽ തങ്ങളുടെ മുറികളിൽ പാട്ട് വെച്ച് ആർത്തുല്ലസിക്കുന്ന, വേദനയെ ആഘോഷപൂർണമാക്കി തീർക്കുന്ന പുതിയ വിദ്യാർത്ഥിത്വത്തിന്റെ കഥകെട്ട കാലത്തിന്റെ നേരെ നോ പറയാനും തിരുത്തു പറയാനും കൂടിയാണ് SKSSF വിജ്ഞാനം, വിനയം, സേവനം എന്ന മഹത്തായ മുദ്രാവാക്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലമായി കേരളീയ സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. രോഗങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും അവശത അനുഭവിക്കുന്നവർക്ക് സഹചാരിയിലൂടെ സാന്ത്വന സ്പർശമായി ഈ മഹത്തായ പ്രസ്ഥാനം കൂടെ നിൽക്കുന്നത്. ദുരന്തങ്ങളിൽ അകപ്പെട്ടുപോയ, മലവെള്ളപ്പാച്ചലിൽ, പ്രളയങ്ങളിൽ, പ്രകൃതി ദുരന്തങ്ങളിൽ വിറങ്ങലിച്ചു നിന്ന് പോകുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് ഒരു നീല പട്ടാളത്തെ പോലെ വിഖായയുടെ പ്രവർത്തകന്മാർ കടന്നുവന്ന് ലോകത്തിന്റെ മീഡിയകളുടെ മുന്നിൽ വലിയ വർത്തമാനങ്ങൾ പറയാതെ, അവർക്കൊന്നും മുഖം കൊടുക്കാതെ, ആത്മസമർപ്പണത്തിന്റെ പരിച്ഛേദങ്ങളായിട്ട് വിഖായ എന്ന് പറയുന്ന SKSSFന്റെ വിങ് ഈ മലയാളത്തിന്റെ മണ്ണിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത വിധം പരിചിതമാണല്ലോ. ഞാൻ പറഞ്ഞു വന്നത്, ഈ പ്രസ്ഥാനം ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ അനുസരിച്ചുകൊണ്ടും ഇവിടെയുള്ള ജനാധിപത്യ വ്യവസ്ഥയോട് ചേർന്ന് നിന്നുകൊണ്ടും ബഹുസ്വര സമൂഹത്തിൽ നമ്മുടെ സൗഹാർദ്ദത്തിന് വേണ്ടിയും കൂടെ നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ്. ഇവിടെ വർഗീയത ഉണ്ടാകാൻ പാടില്ല, ഇവിടെ വംശീയത ഉണ്ടാകാൻ പാടില്ല. ഈ രാജ്യത്തിന്റെ സമാധാനം കട്ടുമുടിച്ചുകൊണ്ട് ആരും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. ഹൈന്ദവ, ക്രൈസ്തവ, മുസ്ലിം സഹോദര്യത്തിന്റെ മനോഹരമായ ഇന്നലകളുടെ തുടർച്ചക്ക് ഇനിയും മഹത്തായി പ്രസ്ഥാനം പ്രതിജ്ഞാബദ്ധമായി നിലകൊള്ളുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് 2026 ഫെബ്രുവരി 4 മുതൽ 8 കൂടിയ തീയതികളിൽ കാസർഗോഡ് വെച്ച് നടക്കുന്ന മഹത്തായി പ്രസ്ഥാനത്തിന്റെ ഐതിഹാസികമായ 100ാം വാർഷിക മഹാസമ്മേളനത്തിൽ ഒരു ബിന്ദുവായി അലിഞ്ഞു ചേരാൻ എന്നെ കേൾക്കുന്ന ഈ പുരുഷാരത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്ത് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ഇത് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിനുവേണ്ടി ദിവസങ്ങളോളം മഹോരാത്രം പരിശ്രമിച്ച പ്രിയപ്പെട്ട നരിക്കുനി മേഖല SKSSFന്റെ പ്രവർത്തകർ, അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. സാമ്പത്തികമായും മറ്റും ഇതിനോട് സഹകരിച്ചവർ എല്ലാവർക്കും അള്ളാഹു ഖൈർ നൽകട്ടെ. പലരും രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്നവരാണ്. അള്ളാഹു മഹത്തായ ഈ മാസത്തിൻ്റെ ഈ രാവിൻ്റെ ഹക്ക് കൊണ്ട് നമ്മുടെ രോഗങ്ങളൊക്കെ മാറ്റിത്തരട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ രോഗം മാറ്റിത്തരട്ടെ. ഇന്ന് ഞാൻ വന്നപ്പോൾ എനിക്ക് ഭക്ഷണം നൽകിയ റഹ്മത്തോ റാഹത്തോ ആ ഹോട്ടൽ അവരുടെ ബന്ധപ്പെട്ടവരുടെ ഉപ്പയുടെ ഉമ്മയുടെ ഒക്കെ ആണ്ടാണെന്ന് പറഞ്ഞു. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്നും മറ്റും വിട പറഞ്ഞു പോയവർക്കൊക്കെ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മയും മഹത്തായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തണലിലായി ജീവിച്ച് മഹാരഥന്മാരായ നേതൃത്വത്തിൻ്റെ കൂടെ നമ്മളെയും നമ്മുടെ അഹ്ലുകാരെയും ഉസ്താദുമാരെയും ശിഷ്യന്മാരെയും വേണ്ടപ്പെട്ടവരെയൊക്കെ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.